തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കുടുങ്ങിയതിലാണ് നടപടി. മീഡിയ ഓൺ ഇമ്പാക്ട്. ഷിജോ കരിൻ വിവരണം അയച്ചിരുന്നു. ഷിജോ, ഈ രവീന്ദ്രൻ നായർ CPIയുടെ ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറയുന്നു, ശരിയാണോ? അജിംസ, അങ്ങനെയുള്ള വിവരവും കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും നമ്മളിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അന്വേഷിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ മകൻ ഇക്കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് നടുവേദനയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വന്നിരുന്നത്. നടുവിന് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓർത്തോ വിഭാഗത്തിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. എന്തായാലും ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിട്ട ഈ സംഭവത്തിൽ ആരോഗ്യമന്ത്രി കൂടി ഇടപെട്ടിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഇടപെട്ട് അന്വേഷിക്കാനാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് എത്രയും വേഗം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ലിഫ്റ്റിൽ 2 ദിവസം കഴിയേണ്ടി വന്നെങ്കിലും അതിൻ്റെതായ ചെറിയ ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അതുപോലെ തന്നെ നടുവിന്റെ ബുദ്ധിമുട്ടുമുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന രവീന്ദ്രൻ നായർ അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്ന് മടങ്ങുമെന്നുള്ള കാര്യവും അദ്ദേഹത്തിന്റെ മകൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം CPIയുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ആളാണെന്ന് മാത്രമാണ് നമുക്ക് കിട്ടിയ വിവരം. അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെന്ന വിവരത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ല. എന്തായാലും CPIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. മെഡിക്കൽ കോളേജിലെത്തിയ അങ്ങനെ ഇത്തരത്തിലൊരാൾക്കാണ് വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. 2 ദിവസം ലിഫ്റ്റിലൊക്കെ കഴിയേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതിന്റെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം ഉണ്ട്. എന്തെങ്കിലും മറ്റ് ശാരീരിക പ്രശ്നങ്ങളുള്ള ആളായിരുന്നു, ഒരു രോഗിയായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ ഊഹിക്കാവുന്നതാണ്. എന്തായാലും നടുവിന് മാത്രം അസുഖമുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ലിഫ്റ്റിൽ 2 ദിവസം കഴിയേണ്ടി വന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് മീഡിയ വൺ വാർത്തയെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഇടപെടലുണ്ടായിട്ടുള്ളത്. എത്രയും വേഗം തന്നെ ഈ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ മന്ത്രി വീണ ജോർജ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അജിം.